ഫ്രണ്ട്സ് ഇത് iPhone 13 ആണ്. ഇതിന്റെ കംപ്ലൈന്റ് കസ്റ്റമർ പറഞ്ഞ് ബാറ്ററി ചാർജ് നിൽക്കാതെ വന്നപ്പോഴത്തേക്കും ബാറ്ററി വേറെ ഷോപ്പിൽ നിന്ന് റീപ്ലേസ് ചെയ്താണ്. അത് റെഡി ആകുന്നില്ലെന്ന് പറഞ്ഞ് അവർ റിട്ടേൺ തന്നാണ്. നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്ത് ആ ബാറ്ററിയിൽ റീസ്റ്റാർട്ടിംഗ് ഇഷ്യൂ ആയതുകൊണ്ട് നമ്മൾ DC പവർ സപ്ലൈ കണക്ട് ചെയ്താണ് ഇപ്പോൾ ഓൺ ആക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ബാറ്ററി അൺഓൺ പാർട്ടാണ്. നമുക്കിതിൻ്റെ BMS ബോർഡ് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൻ്റെ കണക്ടർ ഒടിഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ ഒരു കംപ്ലൈൻറ്റ് ആയിരിക്കുന്നത്. കസ്റ്റമർ പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ ബാറ്ററി ഹെൽത്ത് കാണിക്കണം, വേറെ അൺനോൺ പാർട്ടോ കാര്യങ്ങളും കാണിക്കില്ലെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ BMS മാറ്റി കഴിഞ്ഞാൽ അൺവെരിഫൈഡ് എന്ന് പറഞ്ഞ് കാണിക്കും. അതുകൊണ്ട് നമുക്കൊരു ഓപ്ഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ BMS സ്വാപ്പ് ചെയ്യാം. നമുക്ക് നേരെ സ്വാപ്പിംഗ് വർക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഹീറ്റ് കറക്റ്റ് കൺട്രോൾ ചെയ്തതിന് ശേഷം IC നേരെ റിമൂവ് ചെയ്യണം. ICയിൽ വരുന്ന കുറച്ച് ഡ്രൈ ആയിട്ടുള്ളതിലായിട്ട് സോൾഡറും ബിഗ് ഉപയോഗിച്ച് നല്ല നീറ്റായിട്ട് ക്ലീൻ ചെയ്യുക. സാധാരണ വരുന്ന ഗ്ലാസ് ടൈപ്പ് IC പോലെയല്ല ഈ ടൈപ്പ് IC വരുന്നത്. വളരെ സൂക്ഷിച്ച് നമ്മൾ ക്ലീൻ ചെയ്തില്ലെങ്കിൽ IC ഡാമേജ് വരാൻ ചാൻസ് കൂടുതലാണ്. അതിനുശേഷം PPD അപ്ലൈ ചെയ്ത് നേരെ IC റീബോൾ ചെയ്യുക. കുറച്ച് ഫ്ലെക്സ് ആഡ് ചെയ്ത് കറക്റ്റായിട്ട് റീബോൾ ചെയ്യുക. അതിനുശേഷം മാറാൻ വന്ന പുതിയ BMS ബോർഡാണ് വരുന്നത്. അതിലേക്ക് നമുക്ക് നേരെ IC ഇൻസ്റ്റാൾ ചെയ്യാം. ഡയറക്ഷൻ മാറിപ്പോകാൻ പാടില്ല. IC കൂളായതിനു ശേഷം നല്ലതായിട്ട് ക്ലീൻ ചെയ്തിട്ട് നേരെ ബാറ്ററി സെല്ലിലേക്ക് BMS ബോർഡ് സോൾഡർ ചെയ്ത് ഫിക്സ് ചെയ്യുക. അതിനുശേഷം നമുക്ക് നേരെ BMS ബോർഡ് പ്രോഗ്രാം ചെയ്യാം. പ്രോഗ്രാമിംഗ് ഏകദേശം കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നേരെ ഡിവൈസ് ഫ്ലാഷ് ചെയ്യാം. ഡാറ്റ ബാക്കപ്പ് ചെയ്തതിനു ശേഷം സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഡാറ്റ പോകും. സോഫ്റ്റ്വെയർ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിനകത്തുള്ള സെറ്റപ്പ് എല്ലാം കംപ്ലീറ്റ് ഫിനിഷ് ചെയ്യുകയാണ്. അതിനുശേഷം ഡിവൈസിലേക്ക് ബാറ്ററി ഇൻസ്റ്റാൾ ചെയ്യാണ്. കംപ്ലീറ്റ് ഷീൽഡ് സ്ക്രൂ പ്രോപ്പറായിട്ട് തന്നെ തിരിച്ച് ഫിക്സ് ചെയ്യണം. ഒരു സ്ക്രൂ പോലും മിസ്സാക്കരുത്. ഡസ്റ്റ് റിമൂവ് ചെയ്ത് ഡിസ്പ്ലേ ക്ലോസ് ചെയ്യുക. ബോട്ടം സ്ക്രൂ ടൈറ്റ് ചെയ്ത് ഡിവൈസ് പെർഫെക്റ്റ് ആയിട്ട് ക്ലീൻ ചെയ്തതിനു ശേഷം നമുക്കൊന്ന് പവർ ഓൺ ചെയ്ത് ചെക്ക് ചെയ്യുന്നുണ്ട്. നേരെ സെറ്റിംഗ്സ് ഓപ്പൺ ചെയ്ത് ബാറ്ററി ഹെൽത്ത് ചെക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് കാണാൻ പറ്റും ബാറ്ററി ഹെൽത്ത് 100% ആയിട്ടുണ്ട്. പിന്നെ വേറെ മെസ്സേജ് ഒന്നും കാണിക്കുന്നില്ല. കംപ്ലൈൻറ്റ് ക്ലിയർ ആയിട്ടുണ്ട്. ഇതുപോലത്തെ വ്യത്യസ്തമായ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണപ്പോൾ നമ്മുടെ വീഡിയോ മറക്കല്ലേ.